ദേവീ ശരണം അമ്മേ സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവീ നമഃ. കാലൻ വന്നെത്തിടും നാളിവിടെയൊരുവനും സാധ്യമല്ല തടുക്കാൻ. മാലേറാതിജഗത്തിൽ പരിചൊടു കഴിയാൻ വേണമമ്മേ കടാക്ഷം. ഈ ലോകം കീഴടക്കാൻ ഹിമഗിരിതനയെ ശംഭുവിൻ ചിത്തഗോവിൻ പാലേ ലീലേ വസിക്കൻ. മനസി സുഹൃതസന്താനവല്ലി സുചില്ലി ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ 10-ാമത്തെ അധ്യായം വരെ അവലോകനം ചെയ്തു നിർത്തി. ഭൂഗോള വർണ്ണനകൾ നാരായണ ഋഷി നാരദന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ, ഓരോ വർഷങ്ങളിലും ആരാധനാമൂർത്തിയായിക്കൊണ്ട് ഭഗവാൻ ഏതേത് രൂപത്തിലിരിക്കണു, ആരാര് ഭഗവാനെ ഏതേത് മന്ത്രങ്ങൾ സ്തുതികൾ ജപിച്ച് ആരാധിക്കുന്നു എന്നിവയെ പറഞ്ഞു വന്ന് അവസാനമായിട്ടുള്ള ആ നവവർഷങ്ങളിൽ അവസാനമായിട്ട് പറയുന്നത് ഭാരതവർഷത്തിനെ കുറിച്ചാണ്. ഈ 11-ാമത്തെ അധ്യായത്തിൽ ഭാരതാഖ്യേജവർഷേസ്മിൻ ഇഹമാധീജപൂരുഷ തിഷ്ഠാമി ഭവദാജൈവ സ്തവനം ക്രിയതേ നിശം. ഭാരതം എന്ന വർഷത്തിൽ ആദിപുരുഷനായ ഞാനാണ്. കാരണം നാരായണ ഋഷിയാണല്ലോ ഇത് നാരദന് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന്റെ അവതാരമായ നാരായണ ഋഷിയാണ് ഈ ഭാരതവർഷത്തിൽ ഭഗവത് സ്വരൂപനായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എന്നെ ഹേ നാരദ, അങ്ങ് എന്നെ സദാ സ്തുതിക്കുകയും ചെയ്യുന്നു എന്നിവിടെ പറയുകയാണ്. ഭാഗവതത്തിൽ ശ്രീശുകൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന മാതിരിയാണല്ലോ. അപ്പോൾ അവിടെ നാരായണ ഋഷിയായി ഭഗവാൻ ഇരിക്കണു, നാരദൻ സദാ പൂജിക്കുന്നു എന്ന് അവിടെ പറയണു. ഇവിടെ സ്വയം നാരദന് നാരായണ ഋഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന കാരണത്താൽ ഇതാ ഞാൻ തന്നെയാണ് ഈ ഭാരതവർഷത്തിൽ മഹാവിഷ്ണു സ്വരൂപമായിരിക്കുന്നത്, എന്നെ അവിടുന്ന് തന്നെയാണ് ഹേ നാരദ സദാ സ്മരിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ അവിടെ പറയണു. ഏത് മന്ത്രം ജപിച്ചാണ് നാരദൻ പൂജിക്കുന്നത് എന്നതിനെയും ഇവിടെ പറയുന്നുണ്ട്. ഓം നമോ ഭഗവതേ ഉപശമശീലായ ഉപരധാനാത്മ്യായ നമഃ അകിഞ്ചനവിത്തായ ഋഷിഋഷഭായ നരനാരായണായ പരമഹംസ പരമഗുരവേ ആത്മാരാമാധിപതയേ നമോ നമ ഇതി എന്ന ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ശാന്തസ്വഭാവനും അഹങ്കാരശൂന്യനും ഋഷിമാരിൽ മുഖ്യനും പരമഹംസന്മാരുടെ പരമഗുരുവും ആത്മാരാമന്മാരുടെ അധീശ്വരനും നരനാരായണനുമായ ഓങ്കാര സ്വരൂപനായിട്ടുള്ള അവിടത്തേക്ക് നമസ്കാരം എന്ന നാരായണ ഋഷിയെ സ്വയം നാരദൻ പൂജിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ബദരിയിൽ പോകുമ്പോഴാണ് നമുക്ക് നരനാരായണാശ്രമം അവിടെ കാണാൻ കഴിയുന്നത്. ബദരി അളകനന്ദയുടെ തീരത്താണ് നാരായണാശ്രമം. ഭഗവാൻ നരനാരായണന്മാരായി അവതരിച്ച സമയത്ത് അവിടെയാണ് തപസ് ചെയ്തുകൊണ്ട് ആ തപസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തിയത് എന്ന് എല്ലാം ദീർഘമായിട്ടുള്ള കഥകൾ പല പുരാണങ്ങളിലും ഭാഗവത മഹാപുരാണം മുതലായിട്ടുള്ള പുരാണങ്ങളിലൊക്കെ ധാരാളം വർണ്ണിക്കുന്നുണ്ട്. അളകനന്ദയുടെ ഇപ്പോൾ അമ്പലം സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ബദ്രീനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഭാഗത്താണ് നാരായണ ഋഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയണത്. ആ ഭഗവാനെ നാരദൻ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതിമന്ത്രങ്ങൾ ഒരു 3-4 സ്തുതിമന്ത്രങ്ങളും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നാരായണ ഋഷി നാരദനോട് പറയണു, അസ്മിൻ വൈ ഭാരതേ വർഷേ സരിച്ചൈലാസ്തു സന്ധിഹി താൻ പ്രവക്ഷ്യാമി ദേവർഷേ ശൃണുഷ്വൈകാഗ്രമാനസ
ഹേ ദേവർഷിയായിട്ടുള്ള നാരദരെ, ഈ ഭാരതവർഷത്തിൽ ധാരാളം നദികൾ, പർവ്വതങ്ങൾ ഇതെല്ലാം ധാരാളമുണ്ട്. അവയെപ്പറ്റിയൊക്കെ ഞാനിതാ ഒന്ന് ചുരുക്കി പറയാം, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളൂ എന്ന് പറയാണ്. ഏതൊക്കെയാണ് പർവ്വതങ്ങൾ എന്നുള്ളതിനെ പറയുകയാണ് അവിടെ. മലയോ മംഗളപ്രസ്ഥോ മൈനാകശ്ച ത്രികൂഢകർഷഭകൂഢക കൊല്ലഃ സഹ്യോ ദേവഗിരിസ്ഥധാ. മലയപർവ്വതം, മംഗളപ്രസ്ഥം, മൈനാകം, ത്രികൂഢം, ഋഷഭം, കൂടകം, കോല്ലം, സഹ്യൻ, ദേവഗിരി, ഋഷ്യമൂകം, ശ്രീശൈലം, വെങ്കടാദ്രി, മഹേന്ദ്രം, വാരിധാരം, വിന്ധ്യൻ, മുക്തിമാൻ, ഋഷഭം, പാരിയാത്രം, ദ്രോണം, ചിത്രകൂടഗിരി, ഗോവർദ്ധനം, രൈവതകം, കകുഭം, നീലപർവ്വതം, ഗൗരമുഖം, ഇന്ദ്രകീലം, കാമഗിരി മുതലായിട്ടുള്ള പർവ്വതങ്ങൾ കൂടാതെ കണ്ട് ഏതേജാന്യേപ്യസംഖ്യാത ഗിരയോ ബഹുപുണ്യത. കുറച്ച് പേരുകൾ ഇവിടെ പറഞ്ഞു എടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൂടാതെ പുണ്യപ്രദങ്ങളായിട്ടുള്ള അനേകം പർവ്വതങ്ങൾ വേറെയും ഉണ്ട് എന്ന് പറയാണ്. ഈ പർവ്വതങ്ങളിൽ നിന്നൊക്കെ പുറപ്പെടുന്നതായിട്ടുള്ള നൂറുകണക്കിനുള്ള നദികളും ഈ ഭാരതവർഷത്തിൽ കൂടി ഒഴുകിപ്പോകുന്നുണ്ട്. മനുഷ്യരുടെ ദാഹം തീർക്കാനും എല്ലാ പശുപക്ഷി മൃഗാദികളുടെ എല്ലാം തന്നെ ദാഹാദികൾ തീർക്കാനും സസ്യലതാദികളെല്ലാം പുഷ്ടിപ്പെടുത്തി വളരാനും കൃഷി അഭിവൃദ്ധിപ്പെടാനുമായിക്കൊണ്ടെല്ലാം ധാരാളം നദികൾ, പുണ്യനദികൾ ഈ പർവ്വതങ്ങളിൽ നിന്നെല്ലാം ഉത്ഭവിച്ച് ഭാരതദേശത്തിൽ കൂടി ഒഴുകുന്നുണ്ട് എന്നവിടെ പറയുന്നുണ്ട്. താമ്രവർണ്ണി, ചന്ദ്രവശ, കൃതമാല, വടോദക, വൈഹായസി, കാവേരി, വേണി, പയസ്വിനി, തുംഗഭദ്ര, കൃഷ്ണ, വേണ, ശർക്കരാവർത്തക, ഗോദാവരി, ഭീമരഥി, നിർവിന്ധ്യ, പയോഷ്ണിക, താപി, രേവ, സുരസ, നർമ്മദ, സരസ്വതി, അതേമാതിരി കൗശികി, യമുന, മന്ദാകിനി, ദൃശദ്വതി, ഗോമതി, സരയൂ, രോധവതി, സപ്തവതി, ചർമ്മൺവതി, സിന്ധു, അന്ധ, ശോണ, ഇങ്ങനെയുള്ള മഹാനദികളൊക്കെ ധാരാളമുണ്ട് എന്നാണ് പറയണത്. ഭാരതത്തിൽ നമ്മളൊന്നും പലതും കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. സുഷോമ, ശതദ്രു, ചന്ദ്രഭാഗ, മരുദ്രുത, വിദസ്ത, അസിഖിനി, വിശ്വ മുതലായിട്ടുള്ള പ്രധാന നദികൾ ഈ ഭാരതവർഷത്തിൽ ഉണ്ട് എന്നിവിടെ പറയുകയാണ്. ഈ നദികളിലെല്ലാം സ്നാനം ചെയ്ത കർമ്മഫലങ്ങളെയെല്ലാം കഴുകിക്കളയാമെന്ന് മാത്രമല്ല, ഇതിലെല്ലാം തപസ് ചെയ്ത് ഈ നദികളുടെ തീരങ്ങളിലെല്ലാം അനേകം യാഗയജ്ഞ പൂജാദികളെല്ലാം ചെയ്തുകൊണ്ട് ഭഗവാനെ യജിച്ചുകൊണ്ടും തപസ് മുതലായിട്ടുള്ള ധ്യാനാദികൾ അനുഷ്ഠിച്ചുകൊണ്ടും ചതുർഫല പുരുഷാർത്ഥത്തിൽ പുരുഷാർത്ഥമായിട്ടുള്ള ആ മോക്ഷത്തെ നേടാൻ കഴിയുന്നതാണ് എന്നെല്ലാം അവിടെ പറയുന്നുണ്ട്.